Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മുട്ടക്കുറുമയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന മുട്ടക്കുറുമയുടെ റെസിപ്പിയാണ്. നമ്മൾ ഷോർട്ട് കട്ടിലാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണേലും അതിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കുറുമയുടെ റെസിപ്പിയാണിത്. ഇനി നമുക്ക് നമ്മുടെ മുട്ടക്കുറുമയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ ഞാനിവിടെ 5 സവാള എടുത്തിട്ടുണ്ട്, ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി 6 പച്ചമുളക് ഇതുപോലെ പൊളന്നെടുക്കാം. നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അപ്പോൾ 5 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കാഷ്നട്ട് ആണ് കേട്ടോ. അപ്പോൾ ചെറു ചൂടുവെള്ളത്തിലിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 1.5 കപ്പ് അളവിൽ നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 മുട്ടയും പുഴുങ്ങി ഇവിടെ ഒളിച്ചിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്യുന്നത്, ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ വെച്ചിട്ടാണ് നമ്മൾ സവാള വാട്ടുന്നത്. കുക്കർ ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരട്ടെ. ഞാനിവിടെ ഒരു ബേ ലീഫും കുറച്ച് കറുവപ്പട്ടയും അതുപോലെ തന്നെ ഒരു ഏലക്കയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ അതിനകത്തേക്ക് ആവശ്യമായി ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് വെള്ളം കൂടെ അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും നമ്മളിത് കേൾപ്പിക്കണം കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം ശരിയായിട്ടുണ്ട്. 2 വിസിലിന് ശേഷം ഞാൻ ഇറക്കിയപ്പോഴേക്കും ഇതുപോലെ നമുക്ക് സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പിലൊരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അടുപ്പിലൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഒരു പച്ചമുളകും അതുപോലെ തന്നെ 2 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുതിർത്ത് വെച്ചിരുന്ന കാഷ്നട്ട് കൂടെ നമുക്ക് അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുഴുങ്ങി വെച്ചിരുന്ന മുട്ട കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് ചെറുതീയിലൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ മുട്ടക്കറി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്, അതായത് മുട്ടക്കുറുമയാണ് കേട്ടോ ഇത്. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറിയൊന്നും ഇല്ലെങ്കിലും വളരെ റിച്ച് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ, വളരെ അഭിമാനത്തോട് കൊടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കുറുമയുടെ റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പം നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ട് തന്നെയാണ് എൻ്റെ സന്തോഷം. അപ്പോൾ വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി.